ഏത് സ്ത്രീയാണ് കാശ് തന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആരടാ? ഞാനൊരു ആക്ഷൻ പടത്തിലെ കുറച്ച് രംഗങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് ആളാരാണെന്ന് മനസ്സിലാവും. ആദ്യം സീന് ഗ്രാമത്തിലുള്ള അച്ചമ്മയുടെ വീട്. പതുക്കെ. എങ്ങനെയുണ്ട് ചാക്ക? ആ അച്ചമ്മേ, എടാ നിനക്ക് അതും കൂടെ അങ്ങ് പറിക്കാൻ മേലായിരുന്നോ? അതത്ര വിളഞ്ഞില്ല. ആ എന്നാ ഇതെല്ലാം പെറുക്കി നീ അപ്പുറത്തേക്ക് പോയി. അച്ചമ്മേ. ആ നീ വന്നല്ലേ? എനിക്കറിയാടാ, നീ എവിടെ പോയാലും വളഞ്ഞു പൊളഞ്ഞ് ഈ കരയെ തന്നെ വന്ന് അടിയോന്ന്. കരയിൽ വന്നടിയാനേ ഞാനെന്തോ ചത്ത സ്രാവാ? നീ സ്രാവല്ലടാ, നെത്തോലിയാ നെത്തോലി. നത്തോലി ഒരു ചെറിയ മീനല്ല, അത് മനസ്സിലായിക്കോണം. മനസ്സിലാക്കി തരാടാ നിന്നെ. അച്ചമ്മേ, എന്താ വടിയെടുക്കാൻ പോകണം? വടിയല്ലടാ, അപ്പുറത്തെ കോടാലി ഉണ്ട്, അതെടുക്കാനാ ഞാൻ പോകുന്നേ. എന്തിന്? എന്നെ വെട്ടിക്കൊല്ലാനാ? വിറക് വെട്ടാൻ മടിച്ചിട്ടല്ലേടാ നീ നാട് വിട്ടു പോയത്. അന്ന് നീ വെട്ടാതിരുന്ന മരക്കഷ്ണേ ദേ ഇവിടെ തന്നെയുണ്ട്. അത് വെട്ടി കീറിയിട്ടേ നിന്നെ ഞാനിന്ന് വിടൂ. അച്ചമ്മേ, വിറവൊക്കെ ഞാൻ വേറൊരു ദിവസം വന്ന് വെട്ടിക്കീറിക്കോളാം. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. എന്താ, നിനക്ക് കാശു എല്ലാം വേണമായിരിക്കും അല്ലേ? എനിക്കല്ല കാശ് വേണ്ടത്, പിന്നെ രേവതിക്കാ. രേവതിക്കോ? ആ, രേവതി ഒരു ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്യാൻ വലിയൊരു ഓർഡർ എടുത്തിരുന്നു. ഈ പൂവിന് അഡ്വാൻസ് കൊടുക്കാൻ ഒരു 5 ലക്ഷം രൂപ വേണ്ടി വരും. അതില് ഒരു 3.5 ലക്ഷത്തോളം രൂപ അവരുടെ കയ്യിലുണ്ട്. ഇനിയും വേണം 1.5 ലക്ഷം രൂപ. സച്ചിൻ രേവതിയും കാശിന് വേണ്ടി ഓടി നടക്കുക. ഒരിടത്തു നിന്ന് കിട്ടിയില്ലെന്നാ തോന്നുന്നേ. പിന്നെ ഇന്ന് അഡ്വാൻസ് കൊടുത്തില്ലെങ്കിലേ സമയത്തിന് പൂ ഇറക്കാൻ കഴിയില്ല, ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അച്ചമ്മയുടെ കയ്യിൽ കാശ് കാണുമല്ലോ, രേവതി ഒന്ന് സഹായിക്കണം. നല്ല ലാഭം കിട്ടുന്ന ഓർഡറാ, അത് നഷ്ടപ്പെട്ട അവർക്ക് വിഷമമാവും. നിന്നെ അവർ രണ്ടുപേരും പറഞ്ഞു വിട്ടതാണോ? അവർക്ക് എന്നോട് വിളിച്ചു ചോദിച്ചാ എന്താ? അവര് പറഞ്ഞു വിട്ടതൊന്നും അല്ല അച്ചമ്മേ. സച്ചിയുടെ വിഷമം കണ്ടിട്ട് ഞാനിങ്ങോട്ട് വന്നതാ. അച്ചമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ അവര് കാശ് ചോദിക്കായിരുന്നത്. ബുദ്ധിമുട്ടോ? ഈ കാശൊക്കെ ആർക്ക് വേണ്ടിയാ ഞാൻ കൂട്ടിവെക്കുന്നേ? ഇതൊക്കെ അവർക്കുള്ളതല്ലേ. അവരെ സഹായിക്കുന്നതിനേക്കാളും വലിയ സന്തോഷം എനിക്കുണ്ടോ? കാശിനു വേണ്ടി എന്റെ മക്കൾ ഇങ്ങനെ അലയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്താ അന്യാണോ? അവർക്ക് എന്നോട് ചോദിക്കായിരുന്നു. ഇന്ന് അഡ്വാൻസ് കൊടുക്കണം. കാശ് എന്റെ തന്നാ മതി, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ഞാൻ വരാം നിന്റെ കൂടെ. ബാങ്കിൽ നിന്ന് കാശ് എടുത്തിട്ടെ നമുക്ക് അതുവഴി പോവാം. എല്ലാരും ഒന്ന് കാണുകയും ചെയ്യാലോ. ആ എന്നാ ശരി. എന്താടാ, എന്തിനാ നിർത്തിയ? ദേ പെങ്ങള് രേവതി. രേവതി മോളെ തള്ളിയിട്ടാ പൈസ എടുക്കും അവര്. വേണ്ട വേണ്ട, നീ വണ്ടി എടുക്ക്, അവന്മാരെ പിടിക്കണം. എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഞാനിനി എങ്ങനെ പരിപാടി നടത്താ എനിക്കറിയില്ല ചേട്ടാ. ആരാ നിങ്ങളൊക്കെ? വഴിന്ന് മാറ്. പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ പിന്നെ തരാം. ആദ്യം നീ ഇത് വാങ്ങിച്ചോ. കിട്ടി 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 കിട്ടി, കാശ് കിട്ടി, കാശ് കിട്ടി, കാശ് കിട്ടി. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. എന്റെ കാശിങ്ങി താടാ. രണ്ടുപേരെ പിടിച്ച് മാറടാ.
ഇത് കൊണ്ടുപോകണമെങ്കിലേ നീ ഒന്നുകൂടെ ഒന്ന് ജനിക്കണം. ഇതാണല്ലേ പറഞ്ഞത്. പിടിച്ചു മാറ്റടാ. മാറി നിൽക്കുന്നുള്ളേ. വിടരുതന്നെ. പൈസ കൊല്ലും തന്നെ കൊലക്ക് കൊടുക്കാതെ അച്ഛൻ പ്രയോഗിക്ക്. മർമ്മം മർമ്മം എന്റെ മർമ്മം പോവും. അച്ഛമ്മേ. ചാമണ്ടയ്ക്ക് പിടിവിടാം. ഇവിടെ ഇങ്ങനെ നിക്ക് രണ്ടുപേരും. എന്റെ മക്കള് വിയർപ്പൊഴുക്കിയേ അധ്വാനിച്ചുണ്ടാക്കിയ കാശ. അതങ്ങനെയൊന്നും നഷ്ടപ്പെടില്ല. ഓടാ അവിടെ നിൽക്കുക. നമ്മൾ പോലീസിനെ വിളിച്ചില്ലല്ലോ. കൃത്യ സമയത്ത് തന്നെ പോലീസ് എത്തി. ഇതെന്താ ജീവനുള്ള പ്രതിമകള്? ഇതിനുമ്പോ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്താ വിൽക്കാൻ വെച്ചിരിക്കുക? അല്ല സാർ, ഇപ്പൊ അനാച്ഛാദനം കഴിഞ്ഞതേ ഉള്ളൂ. സാറിന് ഫ്രീ ആയിട്ട് തരാം, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. സാറേ, ഇവരെന്റെ പേരക്കുട്ടിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നുകളെ നോക്കിയതാ. ഞങ്ങള് പിറകെ വന്ന് പിടിച്ച് ഈ കോലത്തിലാക്കി. അച്ഛമ്മ ഈ മർമ്മവിദ്യ പ്രയോഗിച്ചു. അവരാണല്ലേ ഇവര്? പട്ടാപ്പകൽ നടുറോടി വെച്ച് ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞുവെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരാൾ വിളിച്ച് പറഞ്ഞായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഞങ്ങളൊരു അന്വേഷിച്ചിറങ്ങിയതാ. ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങള് പിടിച്ചു തന്നില്ലേ ഇപ്പോ? ഇനി ഇവരെ കൊണ്ടുപോയി ജയിലിലടക്കി സാറേ. ഈ പരുവത്തിൽ എങ്ങനെ കൊണ്ടുപോകും? എങ്ങനെ വണ്ടി കയറ്റും? അതെ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. സാർ വാ. സാർ വണ്ടി നിങ്ങൾ തട്ടിയെടുത്ത കാശ് എവിടെ? വേണ്ട സാർ. രണ്ടിനെ പിടിച്ച് വണ്ടി കയറ്റ്. അമ്മേ, ഈ ക്യാഷ് ഇതാ. ചില നടപടിക്രമങ്ങളുണ്ട്. നിങ്ങളോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഈ കാശേ ഒരു അത്യാവശ്യത്തിനുള്ളതാ. ഇത് കൊടുക്കേണ്ടടുത്ത് കൊടുത്തേ പറ്റൂ. നീ വണ്ടി എടുക്കട അയച്ചേ. അച്ഛമ്മ വന്നേ. നല്ല വിട്ടോടാ. എന്തൊരു കഷ്ടം നോക്കിയേ. രേവതിക്ക് കൂടുതലൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, രണ്ടുപേര് ചേർന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവളിവിടെ അഡ്വാൻസ് തരാൻ വേണ്ടി വന്നതായിരുന്നു. ഇന്ന് അഡ്വാൻസ് തന്നില്ലെങ്കിൽ സമയത്തിന് പൂർക്കാൻ കഴിയില്ല. ഇപ്പൊ എന്താ ചെയ്യുക? അഡ്വാൻസ് ഞാൻ തരാം, അതിനാ വന്നത്. ഓ, ഇത് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്ക്.
ആ ഇത് 5 ലക്ഷം രൂപയുണ്ട്. ഇങ്ങ് താടാ. ആ ദാ ഈ കാശ് കൂടി അതിന്റെ കൂടെ വെച്ചോളൂ. ഇത് 1.5 ലക്ഷം രൂപയുണ്ട്. അഡ്വാൻസ് 5 ലക്ഷം മതി, ബാക്കി കാശ് പിന്നീട് മതി. ഇതുകൂടി വാങ്ങിക്ക്. അപ്പൊ മൊത്തം 6.5 ലക്ഷം രൂപ തന്നു. ബാക്കി കാശ് വർക്ക് കഴിഞ്ഞിട്ട് രേവതിയോട് വാങ്ങിച്ചോളണേ. ഓ. അതെ, ടെൻഷനൊന്നും ആവണ്ട. അഡ്വാൻസ് തന്നു എന്ന് രേവതിയോട് വിളിച്ച് പറയുകയും ചെയ്യണം. അഡ്വാൻസേ ഒരു സ്ത്രീ തന്നെന്ന് പറഞ്ഞാ മതി, കൂടുതലൊന്നും പറയണ്ട. അപ്പോ സർപ്രൈസ് കൊടുക്കുവാണല്ലേ? അതെ, ദേ നല്ല പൂ ഇറക്കി കൊടുത്തേക്കണം അവക്ക്. അല്ലെങ്കിലേ നിനക്ക് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. നിന്ന നിൽപ്പിലാക്കും ഞാൻ. അയ്യോ, രേവതി എന്റെ സ്ഥിരം കസ്റ്റമർ അല്ലേ, നല്ല പൂ തന്നെയാ എന്നും കൊടുക്കാറ്. കൊടുത്താ നിനക്ക് നല്ലത്. ഓ ശരി എന്നാ. ശരി. എടാ, ഓ, നീ സച്ചിയെ വിളിച്ചേ. രേവതിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അവൻ അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ കാണും. എന്താടാ വിളിച്ചത്? എടാ, നീ ഹോസ്പിറ്റലിലാണോ ഉള്ളേ? അതെ. രേവതിക്കിപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, കയ്യില് ചെറിയൊരു മുറിവുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും. അല്ല, രേവതി ഹോസ്പിറ്റലിലാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ ഈ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ. ആ, രേവതിക്ക് പ്രശ്നമൊന്നുമില്ല, അവരിപ്പോ വീട്ടിലേക്ക് പോകും. ആ, ഓ സമാധാനം. മോക്കൊന്നും പറ്റിയില്ലല്ലോ. നീ വണ്ടി എടുക്ക. അച്ഛമ്മ, ഇതൊക്കെ നേരത്തെ അമ്മ എന്താണ് ഞങ്ങളോട് പറയാണ്ടിരുന്നേ? അതച്ചമ്മ സർപ്രൈസ് ആക്കി വെച്ചതാ. കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിയത് കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിങ്ങളുടെ കാശ് തിരികെ വാങ്ങിക്കാൻ കഴിഞ്ഞു. പൂവിനുള്ള അഡ്വാൻസും കൊടുത്തു. ദൈവം എന്നെ അവിടെ എത്തിച്ചത്. വെറും 5 ലക്ഷം രൂപയല്ല, എന്റെ ജീവിതം കൂടി അച്ഛമ്മ തിരിച്ചു തന്നത്. ആ കാശ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയ ഓർഡറും നഷ്ടപ്പെടുമായിരുന്നു. ആ ഓർഡർ കിട്ടിയ രാത്രി ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടെന്നോ. എല്ലാം തകർന്നേനെ. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അച്ഛമ്മേ. നന്ദി പറയാനോ? നീ ആരടാ എന്നോട് നന്ദി പറയാൻ? ദേ അടിച്ചു നിന്നെ. ആ അല്ലമ്മേ, ഇത്രയും വയസ്സിലേ ഇതെങ്ങനെ സാധിക്കണം? പഴയ തടിയല്ലേ അങ്ങളെ, കാതല് കൂടും. എന്തൊരു അടിയായിരുന്നു. അതിനിടയിലെ ഒരു മർമ്മപ്രയോഗം. നമ്മുടെ സ്ഥിരം അച്ഛമ്മേ. ആ, പ്രയോഗമാണ്. സച്ചി, ആ കള്ളന്മാരെ കാര്യം പോക്ക. ആ കള്ളന്മാരെ പറഞ്ഞു വിട്ടത് ഹേമ തന്നെയാ. അവക്ക് വേണ്ട ഞാൻ കൊടുക്കുന്നുണ്ട്. മുന്നേ പിടിച്ച് കെട്ടേണ്ടതായിരുന്നു. ഞാൻ പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം ഹേമ എങ്ങനെ അറിഞ്ഞ? അതൊരു ചോദ്യമാണ് അല്ലേ അച്ഛാ? അതെ, രേവതി ഇവിടുന്ന് കാശുമായി പോകുന്ന കാര്യം ആരെങ്കിലും ഹേമയെ വിളിച്ച് പറഞ്ഞു കാണും. പെങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ നീയാണ് പറഞ്ഞതെന്ന് ഇവിടെ ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ല എന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് നീ തന്നെയാ വിളിച്ചു പറഞ്ഞത്.
നീ പറഞ്ഞില്ലാന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് നീ തന്നെയാ വിളിച്ചു പറഞ്ഞത്. ആ എനിക്കറിയായിരുന്നു ഇത് വളഞ്ഞു പൊളഞ്ഞ് എന്റെ തലയിലേക്ക് വരുമെന്ന്. അമ്മേ, ഞാനല്ല വിളിച്ചു പറഞ്ഞേ, സത്യമായിട്ട് ഞാനല്ല വിളിച്ചു പറഞ്ഞേ. രവിയേട്ടാ ഞാൻ അങ്ങനെ ചെയ്യൂ രവിയേട്ടാ. ഉറപ്പായിട്ടും ചെയ്യും. ഹാ, എങ്കിലേ വിചാരണ തുടങ്ങിക്കോളൂ. ഞാനിവിടെ ഒരു അധികപ്പറ്റായി നിൽക്കുന്നില്ല, ഞാൻ പോയിക്കാം. നിങ്ങളുടെ മൂത്ത മകൻ ഒഴികെ ഈ വീട്ടിലെ വേറെ ആരും ഉയരങ്ങളിലേക്ക് കയറി പോരുത്. കയറിപ്പോവാൻ ശ്രമിച്ചാ നിങ്ങൾ അവരെ പിടിച്ച് വലിച്ച് താഴെ ഇടാൻ നോക്കും. എന്നെയും അങ്ങനെ ചെയ്യാൻ നോക്കിയതാണല്ലേ, പക്ഷെ നടന്നില്ല. ദൈവം എന്റെ അച്ഛമ്മയെ എന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഞാൻ ആരോടും വിളിച്ചു പറഞ്ഞിട്ടില്ല. നീ എന്താ പറഞ്ഞേ? നിന്നെ വലിച്ച് താഴെ ഇടാൻ നോക്കിന്നോ? നിന്നെ വലിച്ച് താഴെ ഇടാൻ നീ ആരാടി? ഒരു വലിയ ബിസിനസ്സുകാരി വന്നിരിക്കുന്നു. നീ ഒരു സ്റ്റെപ്പെങ്കിലും കേറിയോ? എന്റെ മോൻ സുധി എവിടെ? നീ എവിടെ? എനിക്ക് നല്ല ദേഷ്യം വന്നിരുന്ന എല്ലാവരുടെ മുമ്പിൽ വെച്ച് വല്ലതും പറഞ്ഞു പോയനെ. തമാശ പറഞ്ഞേ എന്നെ തണുപ്പിച്ചതിന് നന്ദി. നിനക്ക് ദേഷ്യം വന്ന എനിക്കെന്താടാ? ഇവള് കാശുമായിട്ട് പോകുന്ന കാര്യം ഹേമയെ വിളിച്ചു പറഞ്ഞത് ഞാനല്ല. ഇനി ഇതിന്റെ പേരില് എന്റെ മെക്കിട്ട് കയറാൻ ആരും വരണ്ട. രവിയേട്ടാ, ഞാൻ പറഞ്ഞത് സത്യ. ആര് വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ എന്നെ വിശ്വസിക്കണം. എന്ത് നടന്നാലും ഒന്നുകിൽ കുറ്റം എന്റെ മോന്റെ തലയില്, അല്ലെങ്കിൽ എന്റെ തലയില്. ഞങ്ങൾ രണ്ടുപേരും മോശക്കാര്, നിങ്ങളൊക്കെ നല്ല ആൾക്കാരും. എന്തൊരു ഗതികേടാന്ന് നോക്ക്. മോനെ, നീ അവള് പറഞ്ഞത് വിശ്വസിച്ചോടാ? എവിടെ? ഞാനോ? അവൾക്കേ അതിനുള്ള ശിക്ഷ കൊടുക്കണ്ടേ? പോട്ടേമേ, ഈ ജന്മം നന്നാവില്ലെന്ന് ശബ്ദം എടുത്തതാ അവള്. വീട്ടിലെ സമാധാനം വെറുതെ കളയാന്നല്ലാതെ അവൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. രവി, ഡെക്കറേഷൻ നന്നായിട്ട് ചെയ്യണം. അത് കണ്ട് കൂടുതൽ ഓർഡർ കിട്ടണം. ഹേമാന്നല്ല, ആർക്കും തൊടാൻ പറ്റാത്ത ഉയരത്തിൽ നീത്തണം. അങ്ങനെയാണ് താഴേക്ക് വലിച്ചിടാൻ നോക്കിയവരോട് പ്രതികാരം ചെയ്യേണ്ടത്. ശരിയാ സച്ചി പറഞ്ഞത്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് മക്കളെ. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് മക്കളെ. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ധൃതിപ്പെട്ടു വന്നതാ. വയലിലെ ജോലിക്കാരുണ്ട്, പെട്ടെന്ന് തന്നെ പോണം. ആ, വർഷയൊന്ന് കാണണമെന്നുണ്ട്. അവള് വരാൻ നിന്നാ വൈകില്ലേ? ഇല്ല, അത് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അച്ഛമ്മ, അതൊന്നുമില്ല. അതാ വരുന്നു അച്ഛമ്മേ. ആ, വാ. അച്ഛമ്മ. അതെ, ഈ സമയത്ത് ഭാര്യയും കുട്ടി കറങ്ങാൻ പോകുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ശ്രദ്ധിക്കണം. കറങ്ങാൻ പോയതൊന്നും അല്ല അച്ഛമ്മ. ഞാനൊരു അർജന്റ് ആവശ്യത്തിന് വേണ്ടി സ്റ്റുഡിയോയിലേക്ക് പോയതാ. വരണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ശ്രീകാന്ത് എന്റെ പുറകെ തന്നെ വന്നു. ദേ, ഇപ്പൊ എന്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ല. ശ്രീകാന്തിനെ കൊണ്ട് വലിയ ശല്യമായിരിക്കുവാ. സ്നേഹമുള്ള ഭർത്താക്കന്മാര് അങ്ങനെയാ. ദേ, നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛമ്മ. ദേ, മേലനങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിലേ ഒടുക്ക അനുഭവിക്കേണ്ടി വരും. രേവതി, വർഷേ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല അച്ഛമ്മ. ആ, അപ്പൊ ഞാൻ ഇറങ്ങാം. സച്ചി, എന്നെ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് കൊണ്ടുവിട്. അച്ഛമ്മ, നാളെ പോയ പോരെ? പോരാ, ഞാൻ പറഞ്ഞില്ലേ വയലില് ജോലിക്കാരുണ്ട്. വാടാ, പോവാ. പോയിട്ട് വരാം. വാ അച്ഛമ്മേ. അയ്യോ എടുത്തി, കൈക്കെന്താ പറ്റിയേ?
അയ്യോ മറിയ എന്തോ ചേച്ചി? പറയാം. ബ്രോയ്ക്ക് അവളെ ഇപ്പോഴും നല്ല ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിരിഞ്ഞു നിൽക്കുന്നതിൽ വിഷമമുണ്ടെന്നും എനിക്കറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പോയാൽ കൈവിട്ടുപോകും കേട്ടോ. നീ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. അമ്മയുടെ സമ്മതമില്ലാതെ അത് നടക്കില്ല ബ്രോ. നീ നിന്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ നല്ലത് തന്നെ. എന്നാൽ അമ്മയ്ക്ക് വേണ്ടി ഭാര്യ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? അതിന് ഞാൻ അവളെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇത് ഉപേക്ഷിക്കുന്ന പോലെ തന്നെയല്ലേ? എടാ, ഈ ഹസ്ബൻഡും വൈഫും ഒക്കെ പിണങ്ങുന്ന സാധാരണയാ. കൂടുതൽ കാലം ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പാടില്ല. പിരിഞ്ഞിരുന്ന പ്രശ്നമാണേ. നീ ഈ നാട്ടിൽ നടക്കുന്നൊന്നും കാണുന്നില്ലേ? എന്താ ഈ നാട്ടിൽ നടക്കുന്നേ? വേണ്ട, ഞാനത് പറഞ്ഞാൽ നിനക്ക് വിഷമാവും. ബ്രോ എന്താ വിഷയം? എന്നോട് പറയാം. എനിക്ക് അജേഷ് എന്നും പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. അവനും എൻ്റെ ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടും, പിണങ്ങും. 6 മാസം മുമ്പ് അവൻ്റെ അമ്മ അവൻ്റെ ഭാര്യ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വഴക്കൊക്കെ കൂടുമെങ്കിലും അവൾക്ക് അവനെ വലിയ ഇഷ്ടമായിരുന്നു. അവൾ ജോലി സ്ഥലത്ത് വന്ന് അവനെ കാണാറുമുണ്ട്. പക്ഷേ അമ്മയെ പേടിച്ച് ഇവൻ അവളോട് സംസാരിക്കാറില്ല. കാണരുത്, വരരുത് എന്നൊക്കെ അവൻ പറയും. നിന്നെപ്പോലെ തന്നെ. 2-3 മാസം അവൾ അജേഷിനെ കാണാൻ വന്നു. അപ്പോഴൊക്കെ അവൻ അവളെ അവോയ്ഡ് ചെയ്തു. പിന്നീട് അവൾ അവനെ കാണാനേ വന്നിട്ടില്ല. അതെന്തു പറ്റി? അവൾ വേറൊരുത്തനുമായി കണക്ഷനായി. കഴിഞ്ഞ മാസം വീട്ടിൽ അവൾ ഒരു കത്തെഴുതി വെച്ചിട്ട് അവൾ ആ കക്ഷിയുടെ ഒപ്പം ഒളിച്ചോടി പോയി. ഒരാള് സന്തോഷത്തോടെ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ ഒറ്റയടിക്ക് അതിനെ കുറ്റം പറയരുത്. അതിലുള്ള നല്ലത് പറഞ്ഞതിന് ശേഷം സാവധാനത്തിൽ നമ്മുടെ മനസ്സിലുള്ളത് പറയാം. കൊള്ളാല്ലേ? അയ്യേ, ഇത് കൊള്ളില്ല. തീരെ ടേസ്റ്റ് ഇല്ലല്ലോ. ആണോ? എന്നെ പോലെയുള്ള സാധാരണക്കാരനാണ് ഇങ്ങനെ ബൈക്കിൽ പോയതെങ്കിൽ നിങ്ങളിപ്പോ ഫൈൻ അടപ്പിക്കില്ലേ? ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നു. ഒന്ന് പോടാ. അങ്ങനെ അങ്ങ് പോയാലോ?